കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ലോറി കുടുങ്ങി. ഡീസൽ തീർന്നതോടെയാണ് 7-ാം വളവിൽ ലോറി കുടുങ്ങിയത്. 1 മണിക്കൂറോളമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇംതിയാസ് കരീം ചേർന്നു വിശദവിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. പക്ഷേ താമരശ്ശേരി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു അത്ര നല്ല പ്രഭാതം അല്ല എന്ന് കരുതുകയാണ്. കാരണം ഇത് കുടുങ്ങിക്കിടന്നിട്ട് എത്ര സമയമായി ഇംതിയാസ്? ഇനി എന്താണ് ചെയ്യാനുള്ളത്? വിശദ വിവരങ്ങൾ എന്തൊക്കെ? മൂർത്തി, ഗുഡ് മോർണിംഗ്. താമരശ്ശേരി ചുരത്തിലൂടെ പലപ്പോഴും അങ്ങനെ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നതാണ്, നമ്മൾ വാർത്തയൊക്കെ നൽകുന്നതുമാണ്. ഇപ്പോൾ താമരശ്ശേരി ചുരത്തിന്റെ 7-ാം വളവിലാണ് ഒരു ലോറി കുടുങ്ങിയിരിക്കുന്നത്. ഡീസൽ തീർന്നതിനെ തുടർന്ന് 7-ാം വളവിൽ ഈ ലോറി സ്റ്റക്ക് ആവുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ 1 മണിക്കൂറോളമായി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പോലീസും ഒക്കെ എത്തി, ചുരം സംരക്ഷണ സമിതിയും ഒക്കെ എത്തി. ഒരു ഭാഗം വൺ വേ ആയിട്ട് മാത്രം വാഹനങ്ങൾ കടത്തിവിടുകയാണ് ചെയ്തത്. ഈ അടിവാരത്തൊക്കെ ഈ ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി അതിനുശേഷം വന്ന ഒരു മണിക്കൂറോളമായി വന്നുകൊണ്ടിരിക്കുന്ന ലോറികളൊക്കെ താഴെ ബ്ലോക്കായി തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഇനി ഡീസൽ എത്തിച്ച് ആ ലോറിയിലേക്ക് ഡീസൽ അടിച്ചതിന് ശേഷം മാത്രം ആ ലോറി മാറ്റിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായിട്ടും നല്ല രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസും മറ്റു ആളുകളുമൊക്കെ അവിടെ ബാക്കി നടപടികളൊക്കെ ആയിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമാണ് ചുരത്തിൽ ഇപ്പോൾ ഉള്ളത്. 7-ാം വളവിലാണ് പ്രശ്നമുള്ളത്.